ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഹാരിസൺ തൊടുപുഴ എന്ന ട്രൂപ്പ് എൻ്റെ അറിവിൽ പുതിയൊരു ട്രൂപ്പാണ്. ഏകദേശം 2-3 വർഷം, എത്രയായി സാർ? 6 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പരിചിതമല്ലാത്ത ഒരു ട്രൂപ്പാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ വന്ന റൈബാൻ ആലപ്പുഴയുടെ റഷീദ് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹാരിസൺ തൊടുപുഴയെ ഞാൻ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടു. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാകുമോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേട്ടു. പക്ഷേ ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ കയ്യടി മാത്രം മതി ഹാരിസൺ തൊടുപുഴയുടെ പ്രകടനം എന്തായിരുന്നു എന്ന് പറയാനായിട്ട്. എന്ന് മാത്രമല്ല, ഉത്സവങ്ങൾ എന്ന് പറയുന്നത്, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ആഘോഷമാണ്. ആ കുഞ്ഞുങ്ങൾ, എത്രയധികം കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കയറി അവരോടൊപ്പം ഡാൻസ് ചെയ്ത് പാടി ആനന്ദ നൃത്തം ചവിട്ടിയത്. അതുമാത്രം മതി ഹാരിസൺ തൊടുപുഴയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും നിറകുണം കാട്ടുവാൻ. കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹാരിസൺ തൊടുപുഴ ഇവിടെ അവതരിപ്പിച്ച ഈ ഗാനമേള നമ്മുടെ എല്ലാ മനസ്സിനും ആഘോഷം പകർന്നിരിക്കുകയാണ്. എന്തൊരു ആഘോഷമായിരുന്നു, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാനിവിടെ ഇതിൻ്റെ മാനേജർ സന്ദീപ് സാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ വിഷമിക്കണ്ട, ഞാൻ 2-3 ദിവസമായിട്ട് സാറിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഹാരിസൺ തൊടുപുഴ. നമ്മുടെ എല്ലാം ഹൃദയം കീഴടങ്ങിയിരിക്കുകയാണ്. ഹാരിസൺ തൊടുപുഴയ്ക്ക് നിറഞ്ഞ കയ്യടി കൊടുക്കുക. ഹാരിസൺ തൊടുപുഴയ്ക്ക് ഇത് മാത്രം മതി. അനുഗ്രഹീത കലാകാരന്മാർ, നമുക്കറിയാം ഗാനമേള എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു 10-15 കലാകാരന്മാർ വരും, പക്ഷെ അവരുടെ ജീവിതമാണിത്. അതായത് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നു, ഗിറ്റാറിസ്റ്റ് വളരെ ചെറുപ്രായമാണ്, കൊച്ചു ഇറങ്ങാൻ. ഞാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോനെ ഞാനും ഒരു 5 വർഷം ഗിറ്റാർ പഠിക്കാൻ പോയതാണ്, പക്ഷേ നീ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ചെറിയ ഇറക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഡ്രമ്മിസ്റ്റ് താരമാണ് ഡ്രമ്മിസ്റ്റ്. അപ്പൊ ഇവർക്കൊക്കെ നിങ്ങൾ നിറഞ്ഞ കയ്യടി കൊടുക്കുക, നിറഞ്ഞ കയ്യടി. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവിധ ഹാരിസൺ തൊടുപുഴയ്ക്ക് നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ അഭിവാദ്യങ്ങൾ. പ്രതിഭ ക്രിക്കറ്റ് ക്ലബിന്റെയും അമ്മാരത്ത് ദേവസ്വം കമ്മിറ്റിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ തോറ്റംപാട്ട് ആശാനുണ്ട്, വർക്കല സുധീഷ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ ഹാരിസൺ ക്ലബിന് വേണ്ടി 2 വാക്ക് അദ്ദേഹത്തിന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ അവസാനമായി പറയുന്നു, ഹാരിസൺ ക്ലബ്ബ്, ഹാരിസൺ തൊടുപുഴയ്ക്ക് പ്രതിഭ ക്രിക്കറ്റ് ക്ലബിന്റെയും അമ്മാരത്തം ദേവസ്വം കമ്മിറ്റിയുടെയും പേരിലുള്ള നിറഞ്ഞ കയ്യടി എല്ലാവരും ഒന്നുകൂടി കൈയടിക്കുക. നിറഞ്ഞ കയ്യടി നമ്മൾ കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹാരിസൺ ടീമിനല്ല ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. ജയകുമാർ സാർ, എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹമാണ് ഈ ഹാരിസൺ ടീമിനെ ഇവിടെ കലക്കോട് അമ്മാരത്ത് ദേവിയമ്മയുടെ മുമ്പിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും സംയോജിപ്പിച്ച് ഈ പ്രോഗ്രാം ഇവിടെ നടത്താം. നല്ല പ്രോഗ്രാമാണ്, കണ്ടാൽ ആരും കുറ്റം പറയില്ല എന്നുള്ള ഒരു പ്രോമിസ് തന്നത് നമ്മുടെ ജയകുമാർ സാറ്. ജയകുമാർ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും
അനുയോജ്യമായ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക നമ്മുടെ ഹാരിസൺ ടീമിന്. ബിഗ് ക്ലാപ്പ്. ജയകുമാർ സാറിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.